തനിക്ക് സംഭവിച്ചത് എൻ്റെ മോനുണ്ടാവില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? ഹേയ്, അതൊരിക്കലും ഉണ്ടാവില്ല. എൻ്റെ നട്ടല് അങ്കിളിനേക്കാൾ ഡബിൾ സ്ട്രോങ് അല്ലേ. ഓഹോ, അപ്പൊ നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ? ഞാൻ അച്ഛൻ്റെ മോനല്ലേ. കെട്ടുകഴിഞ്ഞാൽ പിന്നെ പെണ്ണി തറവാട്ടിലല്ലേ. എൻ്റെ മകൾ കൊല്ലാവണ്ണ ഒരുത്തൻ്റെ കൂടെ കൊല്ലാവണ്ണ ഒരു തറവാട്ടിൽ ജീവിക്കട്ടോ. എതിർ പറയരുത്. മല്ലികേ, മല്ലികേ, ഇങ്ങോട്ട് വന്നേ. അയാള് വന്നിട്ടുണ്ട്. ആര്? ആ ബാലസുബ്രഹ്മണ്യം. ഞാനാ ക്ഷണിച്ചത്. ഈ മാമാങ്കം അയാള് കാണട്ടെ. കൊറേ ടാക്സിക്കാറുകൾ ചെറുക്കന് കൂട്ടരി എത്തി. ഹേയ്, വല്ല ലോക്കൽസ് ആയിരിക്കും. അവരൊക്കെ ബെൻസിലേ വരൂ. അയ്യോ, ചെറുക്കന് കൂട്ടര് തന്നെ. എന്താ ഇത്? ബെൻസിലല്ലേ വരാൻ പറഞ്ഞത്? ബെൻസ് ഓടിക്കാൻ അറിയാവുന്ന ഡ്രൈവർമാരെ ഒറ്റപ്പാലത്ത് കിട്ടണ്ടേ? അതവിടെ കിടന്ന് തുരുമ്പെടുക്കണേക്കാൾ ഇവിടെ കൊണ്ടിടുന്നതാ നല്ലത്. അതെ. ഇനി ആരാ കന്യാദാനം ചെയ്യുന്നത്? ഞാൻ. പോരാ, അച്ഛൻ ജീവിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹം തന്നെ കർമ്മം നിർവഹിക്കണം. പെൺകുട്ടിയുടെ അച്ഛനെ വിളിക്കൂ. വരൂ. പറ്റില്ല. ഒരു മിനിറ്റ്, ഒരൊപ്പിട്ടെ. ഇതെന്തിനാ? ഇത് മാരേജ് രജിസ്ട്രേഷൻ. കോടതിയിലെ തെളിവ് സ്ട്രോങ് ആണത്രേ. ഇട്. എങ്ങനെയുണ്ട് ഞാൻ കണ്ടെത്തിയ പയ്യൻ? മിടുക്കനല്ലേ? പിന്നെ മിടുക്കനല്ലേ? നീ കാണുന്നതിന് മുൻപ് ഞാൻ കണ്ടെത്തിയ പയ്യനാ ഇവൻ. എന്റെ ബാല്യകാല സുഹൃത്ത് ഈ രാജഗോപാലൻ തമ്പിയുടെ ഇളയ മകൻ. ഇവന്റെ മകളാണെന്നുള്ള ഒറ്റ കാരണത്താലാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. മിസ്റ്റർ മരുമകൻ, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? എന്താ മദർ ലോ ഇങ്ങനെ? ഇതെന്റെ ഫാദർ ലോ അല്ലേ? മമ്മി, ഇത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. അങ്കിൾ ആഗ്രഹിച്ചുള്ളൊരു മരുമകനെയും മമ്മി ആഗ്രഹിച്ചുള്ളൊരു മരുമകനെയും കിട്ടിയ സ്ഥിതിക്ക് എല്ലാം ഓക്കെ. ഇനി നിങ്ങളൂടെ ഒരുമിച്ച ക്ലൈമാക്സ് ആയി. ഇയാൾ കണ്ടെത്തിയ വരനെ എനിക്ക് വേണ്ട. അതിന് ഞാൻ മമ്മി അല്ലല്ലോ കെട്ടിയത്, മോളെയല്ലേ. ഉത്തരം പറയേണ്ടത് എന്റെ ഭാര്യയാണ്. ഇവൾ ഞാൻ പറയുന്നത് അനുസരിക്കൂ. കുട്ടിക്കാലം മുതൽ എന്റെ മമ്മി അച്ഛനെ കുറിച്ച് പറഞ്ഞു തന്ന ഓരോ കഥകൾ കേട്ട് വളർന്ന എനിക്ക് നിങ്ങളെ കാണുന്ന തന്നെ വെറുപ്പാ. നിങ്ങൾ തമ്മിലുള്ള നാടകമാണ് ഈ കല്യാണത്തിൽ എത്തിച്ചതെങ്കിൽ എനിക്ക് വേണ്ട ഈ കല്യാണം. ലക്ഷ്മി, തൊട്ടുപോവരുത് തന്നെ. അമ്മ വളർത്തിയ കുട്ടി അമ്മ പറയുന്നതേ അനുസരിക്കൂ. മോളെ, എന്താ ഇത്? താലികെട്ട് കഴിഞ്ഞ ഉടനെ ബന്ധം പിരികയോ? വേണ്ട മോളെ, മാറി നിൽക്ക്. മാറി നിൽക്കാൻ മോളെ.
അവൾ അറിവില്ലാത്ത കുട്ടിയാ. നീ ഒന്ന് പോയി പറഞ്ഞു മനസ്സിലാക്ക. ചെല്ലു മോളെ. ലക്ഷ്മി, ലക്ഷ്മി, മാറടി. ഭർത്താവിന് പുല്ല് വില കൽപ്പിക്കുന്ന ഇവർക്കൊന്നും ഭർത്താവിന്റെ വില അറിയില്ല. വില പഠിപ്പിക്കാൻ നീ ആരടി? യു ആർ ഡിസ്മിസ്ഡ്. അങ്കിള് വിഷമിക്കരുത്. ഇതൊരു ക്ലൈമാക്സ് ആവുന്ന ഞാൻ കരുതിയത്. പക്ഷേ ഇതൊരു ഇടവേള മാത്രം. ഇനിയാണ് അംഗം. ഭാര്യയെ വീണ്ടെടുക്കാൻ മദർലോയുമായിട്ടുള്ള അംഗം. അതിനു മുമ്പ് സ്വല്പം വിശ്രമിക്കല്ലേ? ഹായ് ബോസ്. വെൽക്കം വെൽക്കം. ഇതാണ് എന്റെ പുതിയ ബോസ്. ഇതാണ് ബോസ്. പണ്ട് ഞാൻ ഇയാളെ എത്ര ശ്രദ്ധിച്ചിട്ടില്ല. യു ആർ ലുക്കിംഗ് സോ യങ്, ബ്യൂട്ടിഫുൾ ആൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ്. ബോസ്, ഈ കുട്ടിയുടെ പെട്ടിയും പറ്റിയൊക്കെ ഏത് മുറിലാണ് വെക്കേണ്ടത്? എന്റെ റൂം. ബോസിന്റെ റൂമിലോ? അല്ല, എന്റെ റൂമിന്റെ തൊട്ടടുത്തുള്ള റൂമിൽ വെച്ചാൽ മതി. ഐ ഫോർഗോട്ട് യുവർ നെയിം. വാട്ട്സ് യുവർ നെയിം? മിൻമിനി. നൈസ് നെയിം. ഇന്ന് മുതൽ എന്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും മിൻമിനി നോക്കണം. സാലറി 25,000 bucks. താങ്ക് യു സർ. ശങ്കരനുണ്ണി, നീ ഇവരൊക്കെ കിച്ചണിലേക്ക് കൂട്ടിക്കൊണ്ടു. കിച്ചൺ, 1 സെക്കൻഡ്. ഗ്രാൻഡ്മ, കിച്ചൺ എവിടെയാ? എവിടെ വെച്ച് കണ്ടുപിടിച്ചു? എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് അടുപ്പ് കൂട്ടിക്കോ. ഓ മൈ ഗോഡ്, മൈ ഫാദർ ഇൻ ലോ. ഹലോ, യുവർ ഹസ്ബൻഡ്. നൈസ് മീറ്റിംഗ്. കീപ് ഇൻ ടച്ച്. ഫാദർ ലോ, ടെൽ മീ. മിസ്റ്റർ മരുമകൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അച്ഛ വീട്ടിൽ പരമാനന്ദ സുഖം. പിന്നെ അങ്കിൾ, നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇന്നേക്ക് ഒരു ദിവസമായി. എനിക്ക് പിരിഞ്ഞിരിക്കും വയ്യ. എപ്പോഴാ അങ്കിൾ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ അങ്ങോട്ടോ? വന്നേ പറ്റൂ അങ്കിൾ, എന്റെ ഗസ്റ്റ് ആയിട്ട്. പെങ്ങൾക്ക് ഒരാലോചന. ബാങ്കിന്റെ കടവും കല്യാണവും. ടൗണിലുള്ള ആ സ്ഥലം പെട്ടെന്ന് വിൽക്കണമെന്നാ അച്ഛൻ പറയുന്നേ. ഇതാണ് ഞങ്ങളുടെ തറവാട് വക സ്ഥലം. മുത്തച്ഛൻ ഉറങ്ങുന്ന ഭൂമിയാണ്. എനിക്കും ആ ഭൂമിയിൽ തന്നെ ഉറങ്ങണമെന്നൊക്കെ അച്ഛൻ പറയാറുണ്ടായിരുന്നു. പാവം, ആവശ്യങ്ങൾക്ക് മുമ്പിൽ ആഗ്രഹങ്ങൾക്ക് എന്ത് പ്രസക്തി? ഭൂമി പുറത്തു പോവുകയും ചെയ്യരുത്, കാശ് കിട്ടുകയും വേണം. അതല്ലേ വിഷയം? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എടോ, ഒന്നും നഷ്ടപ്പെടുത്താതെ എല്ലാം നേടണം. അതാണ് മിടുക്ക്. മാഡം, മാഡത്തിന്റെ മരുമകൻ ഒരു കോടീശ്വരനാകാൻ പോകുന്നു. പുത്തൻകരയിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന 10 ഏക്കർ സ്ഥലം നിസാര വിലയ്ക്ക് ലേലത്തിൽ പിടിച്ച് കടൽ വെള്ളം സംഭരിച്ച് ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന ഫാക്ടറി തുടങ്ങാൻ പോകുന്നു. ഏതോ ദുബായ് ഗ്രൂപ്പുമായുള്ള പാർട്ണർഷിപ്പ് ഡീലാണ് പോലും. ആര് പറഞ്ഞു? ഞാൻ ഒരു സൗഹൃദ സംഭാഷണ വേളയിൽ മാഡത്തിന്റെ അംഗീകൃത ഭർത്താവിന്റെ വായിൽ നിന്ന് വീണ് കിട്ടിയതാ. ശനിയാഴ്ച ആ സ്ഥലത്തിന്റെ ലേല അവകാശ തർക്കമാണ് ലേലത്തിലെത്തിച്ചത്. ആ ഭൂമി അവന് കിട്ടരുത്. എന്ത് വില കൊടുത്തും നമുക്കത് പിടിച്ചെടുക്കണം. ഓക്കെ. ലേലസംഖ്യ ഉറപ്പിച്ചാൽ ലേലത്തുക മുഴുവനും പണമായി തന്നെ കൈമാറേണ്ടതാകുന്നു. ലേലം തുടങ്ങുകയാണ്. 1 കോടി രൂപ. 1,10,00,000. 1.5 കോടി. 1.5 കോടി. 2 കോടി. 3 കോടി. ഇവരെന്തിനിവിടെ വന്നു? ലേലം കൂടാൻ. ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ എന്റെ മാഡം അറിയാതൊരു ലേലോ? മോനെ ചക്രവർത്തി, നിനക്ക് ഈ സ്ഥലം കിട്ടില്ല. നീ വിളിക്കുന്നതിന്റെ ഇരട്ടി വില കൊടുത്ത് എന്റെ മല്ലിക മേട ഈ ലേലം ഉറപ്പിച്ചിരിക്കും. ഞങ്ങൾ കടൽ വെള്ളം ശുദ്ധീകരിച്ച് മിനറൽ വാട്ടർ ഉണ്ടാക്കുന്ന ഫാക്ടറി തുടങ്ങാൻ പോവാ. ഇത് ചതിയാണ്. ഞാൻ ചതിക്ക് പേര് കേട്ട വക്കീലാണ്. ഇതെന്റെ ജീവിത പ്രശ്നമാണ്, സഹായിക്കണം. എന്റെയും ജീവിത പ്രശ്നമാണ്. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. മാഡം. വേണ്ട, ആരുടെയും വക്കാലത്തുമായി വക്കീൽ എന്റെ അടുത്തേക്ക് വരണ്ട. ഇതെന്റെ മകളുടെ പേരിൽ വാങ്ങുന്ന പ്രോപ്പർട്ടിയാ. 3 കോടി ഒരു തരം, 3 കോടി 2 തരം. 3,10,00,000. 4 കോടി. അല്ല, 5 കോടി. കോടികൾ ഞങ്ങൾക്ക് പുല്ലാണ്, പുല്ല്. വിളിക്കും മാഡം. 5 കോടി ഒരു തരം, 5 കോടി 2 തരം, 5 കോടി 3 തരം. ലേലം ഉറപ്പിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി?
ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാ വാ പൊളിക്കരുത്. അതെ, വേഗം വസ്തു വെക്കണ പാർട്ടിനെ വിളിക്കണം. പണം എണ്ണി മേടിച്ച് ഒപ്പിടാൻ പറയണം. എനിക്കും മാഡത്തിനും ധൃതിയുണ്ട്. ഓക്കെ? തുക എണ്ണി നോക്കിയ ശേഷം രജിസ്ട്രേഷൻ. രാജാസ് ഗ്രൂപ്പിന്റെ പണമല്ലേ, ഞങ്ങൾക്ക് വിശ്വാസമാണ്. എക്സ്ക്യൂസ് മീ, ഇതെന്റെ അച്ഛന്റെ പേരുള്ള ഭൂമിയാ. ഞങ്ങൾ തലകുത്തിന്ന് ശ്രമിച്ചിട്ടും 2 കോടിക്ക് മേൽ മറിയാത്ത ഭൂമിയാ ഈ അങ്കളുടെ കാഞ്ഞ ബുദ്ധിയിൽ 5 കോടി രൂപയ്ക്ക് മറിഞ്ഞത്. അല്ല, മാഡത്തിന്റെ വക്കീലെന്തേ? കാള വെറ്റോന്ന് കേൾക്കുമ്പോ കുഞ്ഞുടുപ്പും ബേബി സോപ്പും മേടിക്കാൻ ഓടുന്ന വക്കീല് നല്ല പണിയാ കൊടുത്ത അല്ലങ്ങളെ. മിസ്റ്റർ മരുമകൻ, മുത്തച്ഛൻ ഉറങ്ങുന്ന ഭൂമി ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. എന്റെ മകളുടെ പേരിൽ രജിസ്റ്ററായ ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശി നീ തന്നെയാണ്. ഹസ്ബൻഡ് അല്ലേ ഹസ്ബൻഡ്. രാജാസ് ഗ്രൂപ്പിന് വിറ്റ ചരിത്രമില്ല, വാങ്ങിയ ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് മരിച്ചു വിൽക്കുമെന്ന് പേടി വേണ്ട. I am Rajamallika and I will show you. എന്താണ് ഇത്? അവിയൽ. ഇതാണ് അവിയൽ. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ തനിക്കറിയോ? എന്നെ അങ്ങോട്ട് ഡിസ്മിസ് ചെയ്തേക്ക് സാറേ. ആ മോഹം മനസ്സിൽ വെച്ചാൽ മതി. കൊള്ളാലോ അവിയല്, ശങ്കരനുണ്ട് ഉണ്ടാക്കിയതെന്ന് പറയില്ല. എങ്കിൽ നീ കളിച്ചോ. വിളമ്പട്ടെ? വേണ്ട വേണ്ട, ഞാനൊരു ആവേശത്തിൽ പറഞ്ഞ വയറിളക്കാൻ എനിക്ക് വയ്യ. ആവേശം എന്റെ കുട്ടിയെ തള്ളി പറയാൻ എനിക്ക് പറ്റില്ല. ആർക്കും വേണ്ട, എനിക്ക് വേണം. അങ്കിളിന് എന്താ പറ്റി? ഇന്ന് സാറിന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ തന്നെ ഇതായിരിക്കണ പട്ടുസാരം പാക്ക് ചെയ്ത് ഇവിടുന്ന് പോയതാ. അതുപോലെ തന്നെ തിരിച്ചു വന്ന് ഈ പട്ടി ചന്തക്ക് പോയെന്ന് കേട്ടിട്ടില്ലേ, അതേപോലെ. എന്നിട്ടേ ദവിടെ ഇരുന്ന് ഒരു മോങ്ങലായിരുന്നു. ഈ ഡോബർമാൻ മോങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു ഓംബുഡ്സ്മാൻ മോങ്ങുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാ. അങ്കിൾ, ഗിഫ്റ്റ് മോള് വാങ്ങിച്ചില്ലല്ലേ? അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. അങ്കിൾ, ഈ സാരി ഉടുത്ത് അവള് വരും അങ്ങേ കാണാൻ. ഞാൻ കൊണ്ടുവരും. അഴിക്കല്ലേ. ഒരെന്നറിഞ്ഞ എല്ലാം സഹിച്ചു കഴിഞ്ഞ ഒരു ഭർത്താവ് ഇവിടെ ഇരിപ്പുണ്ട്. താനെന്താ എന്റെ ബെഡ്റൂമിൽ? ഒന്ന് റേപ്പ് ചെയ്യാൻ വന്നതാ. ഒന്ന് വിഷ് ചെയ്യാൻ വന്നാണ് അമ്മാ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇഷ്ടമല്ലാത്തവരുടെ ആശംസകൾ ഞാൻ സ്വീകരിക്കാറില്ല. എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടമല്ല. ഇഷ്ടപ്പെടണ്ടേ? വേണ്ട. വേണ്ട? ഓക്കേ. ഇത് നിന്റെ അച്ഛൻ നിനക്കായി വാങ്ങിയ ബർത്ത്ഡേ ഗിഫ്റ്റാ. നീ ഇതൊന്ന് ഉടുത്തു കാണണമെന്ന് അദ്ദേഹത്തിനൊരാഗ്രഹം. ഞാൻ വാക്കു കൊടുത്തു നിന്നെ കൊണ്ട് ചെല്ലാന്ന്. എല്ലാ വർഷവും 10,000-15,000 മുടക്കി അങ്ങേര് വരും. മോളുടെ ബർത്ത്ഡേ പ്രസന്റ് ആണെന്നും പറഞ്ഞ് ഇതുപോലുള്ള ലോ ക്ലാസ് ഐറ്റംസുമായിട്ട്. പണ്ടേക്ക് പണ്ടേ ഉപേക്ഷിച്ചതാ എന്റെ മമ്മി. മമ്മിക്കില്ലാത്ത ബന്ധം എനിക്കെന്തിനാ? അല്ല, അങ്ങർക്ക് എന്തിനാ എന്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ? ജനിപ്പിച്ച തന്തയായതുകൊണ്ട്. ഈ കാണുന്ന സർവസ്വത്വം കെട്ടിപ്പിടിച്ച് മാനത്തേക്ക് നോക്കി മലർന്നു കിടന്നാലൊന്നും നീ ഉണ്ടാവുമായിരുന്നില്ല. അതിനൊരാണ് വേണം. അതിന് സഹകരിച്ച ആളാണ് ആ പാലക്കാടൻ പട്ടർ നിന്റെ തന്ത ബാലസുബ്രഹ്മണ്യം. എടി, അമ്മയെ പോലെ അധികാരവും അവകാശവും അച്ഛനുണ്ട്. ഒരച്ഛന്റെ വാത്സല്യവും ശിക്ഷണമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നീയൊക്കെ എന്നെ നന്നാവുമായിരുന്നു. ഗെറ്റ് ഔട്ടൊക്കെ അവിടെ നിൽക്കട്ടെ, നീ അത് ഈ സാരി ഉടുക്ക്. ഇല്ല. പറഞ്ഞത് അനുസരിക്കുമോളെ. ഇല്ല ഇല്ല ഇല്ല. കൊടുക്കണേ സാരി. ഇറങ്ങാൻ.
അങ്കിളിന്റെ മോള് അങ്കിൾ സമ്മാനിച്ച സാരി കൊടുത്ത്. മോളെ, ഞാൻ നിങ്ങളുടെ പുന്നാരം കേൾക്കാൻ വന്നോന്നല്ല. വീട്ടിൽ ആരും ഇല്ലാത്ത നേരത്ത് വന്ന ഈ ഗുണ്ടയുടെ ഭീഷണിക്ക് മുന്നിൽ ഒന്ന് പതറിപ്പോയതാ. എടോ, ഇത് വലിയ ഹീറോസ് ഒന്നല്ല. നോക്കിക്കോ, ഇതിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും അഴിയെണ്ണും. എന്റെ മമ്മിയെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ശരിയാ, നിന്റെ മമ്മിയെ ഞങ്ങൾക്കറിയില്ല, സമ്മതിച്ചു. പക്ഷേ നിന്റെ മമ്മിയെക്കുറിച്ച് നിനക്കെന്തറിയാം? സ്വന്തം ഭർത്താവിനെ പടിയടിച്ച് പിണ്ടം വെച്ച് സ്വന്തം മകളെ അച്ഛനിൽ നിന്നും അകറ്റി ഇത്രയൊക്കെ ചെയ്ത് നിന്റെ അമ്മയ്ക്ക് എന്ത് നന്മയാണ് അവകാശപ്പെടാനുള്ളത്? നിന്റെ അച്ഛൻ ഇത്ര മാത്രം വെറുക്കാനായി എന്ത് തെറ്റാ മോളെ ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ളത്? മോളെ, നീ ചോദിക്കണം നിന്റെ മമ്മിയോട്, അമ്മമ്മയോട്, ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന്, എന്തിനാണ് എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റിയതെന്ന്. അതിന് കൃത്യമായ മറുപടി കിട്ടുകയാണെങ്കിൽ, നിനക്കത് ശരിയെന്ന് തോന്നണമെങ്കിൽ ഈ അച്ഛനെ നീ ഒരിക്കലും കാണണ്ട, മിണ്ടണ്ട. മറ്റുള്ളവർ പറയുന്ന കേട്ട് ഇനിയും ശിക്ഷിക്കരുത് ആ പാവ മനുഷ്യനെ. ഈശ്വരൻ പൊറുക്കില്ല. നിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും നിന്റെ സൗന്ദര്യവും കണ്ടിട്ടാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്നൊരു തോന്നൽ നിനക്കുണ്ട്. സ്വത്തും പണമൊന്നുമില്ലെങ്കിലും നിന്നെ ഞാൻ തേടിപ്പിടിച്ച് എൻ്റേതാക്കുമായിരുന്നു. ഒരിക്കലും മറക്കാനാവാത്ത പഴയൊരിഷ്ടമുണ്ട്. അറിവില്ലാത്ത പ്രായത്തിൽ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ പഴയ അച്ചുവേട്ടന് നിന്നോട് തോന്നിയ കളങ്കമില്ലാത്ത സ്നേഹമായിട്ട് അതിനെ കണ്ടാൽ മതി. ഇനിയിപ്പോ അമ്മയും അമ്മമ്മയും നിനക്കായി ഒരുക്കിയിട്ടുള്ള ബർത്ത്ഡേ പാർട്ടി ഞാൻ കാരണം മിസ് ചെയ്യണ്ട. ലക്ഷ്മി ഇവിടെ കണ്ടില്ലല്ലോ. വരും, ഇപ്പൊ വരും. നേരത്തെ വന്നാൽ അവിടെ അട്രാക്ഷൻ പോയില്ലേ? ഒരു സർപ്രൈസ് എൻട്രി ആയിരിക്കും അവിടേത്. ഫാഷൻ ഡിസൈനർ അല്ലേ? ഒരു ഇറ്റാലിയൻ മോഡൽ ഡ്രസ്സാണ് അവൾക്കായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അയ്യോ, ഇത് എന്ത് വേഷാ മോളെ? ഇതെന്റെ അച്ഛൻ എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാ. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? എന്റെ അച്ഛന്റെ അടുത്ത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താ തെറ്റാ എന്റെ അച്ഛൻ നിങ്ങളോടൊക്കെ ചെയ്തത്? എന്തിനായിരുന്നു എന്നെ ഇത്രയും കാലം എന്റെ അച്ഛനിൽ നിന്ന് അകറ്റിയത്? ഉത്തരം പറയാൻ എന്താ രണ്ടാൾക്കും ഒരു ബുദ്ധിമുട്ട്? ഇതൊക്കെ ഇവിടെ വെച്ച് പബ്ലിക്കിന് അറിയാവുന്ന കാര്യം പബ്ലിക്കായി ചോദിച്ചാൽ എന്താ തെറ്റ്? ഇവൾക്ക് അയാൾ എന്തോ കൈവേഷം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കൈവശം ഓതി ഓതി തന്നത് മറ്റാരുമല്ല, നിങ്ങൾ രണ്ടുപേരുവാ. എന്റെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാത്ത സ്ഥിതിക്ക് അച്ഛന്റെ നിരപരാധിത്വം ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ പോകുന്നു. എങ്ങോട്ട്? എന്റെ അച്ഛനോടൊപ്പം എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ. ചോദിച്ച ചോദ്യങ്ങൾക്ക് അവരാരും മറുപടി പറഞ്ഞില്ല. എനിക്കറിയില്ല ശരി ഏത് തെറ്റേതെന്ന്. വാ വാ. വാ മോളെ. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു നീ തിരിച്ചു വരുമെന്ന്. എന്നെ പൊട്ടിച്ചെറിയാവുന്ന ഈ താലി
ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇത് കാത്തു സൂക്ഷിക്കാൻ മനസ്സുള്ള നിനക്ക് എന്നെ വെറുക്കാനാവില്ല. Happy birthday to you. Happy birthday to you. Happy birthday for you. മതി. എന്തേ കാണിക്കണേ നീ? അതേ കട്ടില് സ്ട്രോങ് ആണെന്ന് നോക്കിയാണ്. അല്ലെ കാത്തു സൂക്ഷിച്ച ബസ്നേറ്റ് എന്ന് അടിപൊടിഞ്ഞു പോവും. ഇങ്ങോട്ട് ഇറങ്ങിയ ഞാൻ പോവില്ല. ഇങ്ങോട്ട് ഇറങ്ങാൻ വൃത്തിട്ട പിള്ളേരെ മാതിരി ഇങ്ങോട്ട് മാറി. ഞാൻ പോവും. മനസ്സിലായി. എന്താ? അതെ, കാര്യങ്ങളൊക്കെ പെട്ടെന്നാവട്ടെ. എനിക്ക് അധിക നേരം ഇങ്ങനെ താക്കോൽ പഴുതിലൂടെ കുനിഞ്ഞു നോക്കാൻ പറ്റൂല. നടുവേദനയാണ്. അമ്മയുടെയും അമ്മൂമ്മയുടെയും പെർമിഷൻ എടുത്തിട്ടാണോ ഈ സാഹസം? നീ നിനക്ക് വേണ്ടി എഴുതുന്ന ഒരു നാടകമാണ് ലൈഫ് എന്നല്ലേ എപ്പോഴും പറയാറ്. ഇതിനൊരു ക്ലൈമാക്സ് വേണ്ടേ? ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞട പൊട്ടാ. കഴിഞ്ഞോ? അപ്പോ ശുഭപര്യ വ്യവസായി നിന്ന് ചിരിക്കുമ്പോ അവസാനിപ്പിക്കുന്ന പരിപാടി ഇല്ലേ? നീ പറയുന്ന ടൈലന്റ് അതിപ്പോ പല ക്യാരക്ടേഴ്സും പല വഴിക്ക് കിടക്കല്ലേ, ഒന്നിക്കണ്ടേ? ഒരു കഥാപാത്രം എത്തി. ആ നിൽക്കുന്ന അഹങ്കാരിയെ രാജമല്ലികയല്ല. ആ മാറ്റം കണ്ടിട്ട് അങ്കൾ ആഗ്രഹിച്ച പോലെ ഉത്തമയായ ഭാര്യയാണെന്ന് തോന്നുന്നു. ചെന്ന് വിളിച്ചോണ്ടോ ചെല്ല്. എന്ത് നഷ്ടപ്പെട്ടാലും നിനക്ക് പുറത്തു പറയാൻ ഒരു പദവി എന്നുമുണ്ട് നിന്റെ കൂടെ. ബാലസുബ്രഹ്മണ്യത്തിന്റെ ഭാര്യ എന്ന പദവി. ഭാര്യയും ഭർത്താവ് ഒന്നു ചേർന്ന അസുലഭ മുഹൂർത്തം. അനാഥയായ അമ്മക്ക് സ്വന്തം മകളെ തിരിച്ചു കിട്ടിയ നാടകീയമായ മറ്റൊരു മുഹൂർത്തം. അടുത്ത കഥാപാത്രം ലാൻഡ് ചെയ്തല്ല. ഹായ് ഗ്രാൻഡ്മ, എന്താ പുറത്തിറങ്ങാത്തെ? വാ വാ വാ. എല്ലാരും ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നില്ലേ? ആര് പറഞ്ഞു ഒറ്റയ്ക്കാക്കിയെന്ന്? എനിക്ക് അവരെ പിരിയാൻ വയ്യ. ഹായ്, പിരിഞ്ഞു ആരാ പറഞ്ഞേ? ഇങ്ങ് വന്നേ. എല്ലാം ഗ്രാൻഡ്മയുടെ കൊച്ചു കൊച്ചു തമാശകളും കുസൃതികളൊക്കെ ആയിട്ട് നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ. പ്രായം കൂടി വരുമ്പോ ചിലർക്ക് കൊച്ചു കുട്ടികളുടെ സ്വഭാവമാവും. ആണോ? എന്നാ എല്ലാരും എന്റെ വീട്ടിലേക്ക് വരണം. എല്ലാവരും വരും. അതുവരെ കുറച്ചു കാലം ഗ്രാൻഡ്മ ഞങ്ങളുടെ കൂടെ കൊച്ചു വീട്ടിൽ താമസിക്കണം. അതെ, സ്നേഹം, കെയറിങ് രണ്ടും കൂടി ചാലിച്ച് മർമ്മത്ത് ഒരൊറ്റ അടി കൊടുത്ത ഏത് പെണ്ണിനും വരച്ച വരയിൽ നിർത്താൻ പറ്റും. അതാണ് ഇവിടുത്തെ പല ആണുങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത്. അതെ സാറേ, നിങ്ങൾക്ക് കിട്ടിയ നിധിയാണ് ഈ മരുമകൻ, മിസ്റ്റർ മരുമകൻ.